നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സീനു വെള്ളാർ. മെഡിസെപ്പിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. മെഡിസെപ്പ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷനേഴ്സിനും അവരുടെ ആശ്രിതർക്കും വേണ്ടി സംസ്ഥാന സർക്കാർ 2022 ജൂലൈയിൽ ആരംഭിച്ച ആരോഗ്യ പരിരക്ഷാ സംവിധാനമാണ് മെഡിസെപ്പ്. മെഡിസെപ്പിൻ്റെ തുക 5 ലക്ഷം രൂപയാണ്. മെഡിസെപ്പ് സംവിധാനം നിലവിൽ വരുന്നത് ഗവൺമെൻറ്റും ആശുപത്രിയും ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരമാണ്. ആ ധാരണ പ്രകാരം പലതരം ചികിത്സകൾ, ആ ചികിത്സകൾക്കെല്ലാം ഓരോ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാക്കേജുകൾക്കനുസരിച്ചുള്ള തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുക മെഡിക്കൽ കേസിലായാലും സർജറി കേസിലായാലും എത്രയൊക്കെയാണെന്ന് സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. വിശദാംശങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഒരു ചികിത്സയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അതിൽ കൂടുതൽ തുക ആശുപത്രിക്ക് ആവശ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന നിർദ്ദേശം. പല ആശുപത്രികളും കൂടുതൽ തുക വാങ്ങിക്കുന്നതായും ആ തുക മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബാക്കി രോഗി അടയ്ക്കണമെന്ന് പറയുന്നതായുമുണ്ട്. തെറ്റാണ്, നിയമവിരുദ്ധമാണ്. പാക്കേജ് പ്രകാരം ഇപ്പോൾ ഒരു ഹെർണിയ സർജറിക്ക് 50,000 രൂപയാവുമെങ്കിൽ പാക്കേജിൽ പറഞ്ഞിരിക്കുന്ന സർജറിക്ക് ഒരു 1 ലക്ഷം രൂപയാകുമെങ്കിൽ അതിന് മുകളിൽ 1 രൂപ പോലും ആശുപത്രിക്ക് ബില്ലിടാൻ പറ്റില്ല. മാത്രമല്ല ഇത് ക്യാഷ്ലെസ് ആണ്. ഒരു പക്ഷേ ലെങ്ത് ഓഫ് സ്റ്റേയിൽ വ്യത്യാസം വരുമ്പോൾ, സർജറി കേസിൽ നമുക്കറിയാം നോർമലി ഒരു സർജറിക്ക് 10 ദിവസം നമ്മൾ ആശുപത്രിയിൽ കിടക്കണമെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. പക്ഷേ മെഡിക്കൽ കേസുകളിൽ ചിലപ്പം 10 ദിവസം എന്നുള്ളത് ആരോഗ്യസ്ഥിതി അനുസരിച്ച്, ഓരോ വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒരു 15 ദിവസമായി പോയാൽ ബാക്കി 5 ദിവസത്തെ തുക അഡ്വാൻസ് ആയി വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. എന്നാലും ഈ 5 ദിവസത്തെ തുകയ്ക്ക് വേണ്ടി ഇൻഷുറൻസ് കമ്പനിയോ ആശുപത്രിക്ക് സമീപിക്കാവുന്നതാണ്. റിജക്റ്റ് ചെയ്താൽ മാത്രമാണ് രോഗി ആ പൈസ കൊടുക്കേണ്ടി വരിക. പൂർണ്ണമായും ക്യാഷ്ലെസ്സായ ഈ സംവിധാനം രോഗികൾ കൃത്യമായി ഉപയോഗിക്കാൻ ആശുപത്രി പലപ്പോഴും തടസ്സം നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, എന്നെ അറിയിക്കുക, ഇടപെടുന്നതാണ്. താങ്ക് യു.